നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പേരിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ അഡ്രസ്സിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് എങ്ങനെ തിരുത്താം, കൂടാതെ പേരിനോടൊപ്പം ഇനീഷ്യൽ ചേർക്കാനും ഫോൺ നമ്പർ ആഡ് ചെയ്യാനും പഴയ ഫോട്ടോ മാറ്റി പുതിയ ഫോട്ടോ ചേഞ്ച് ചെയ്യാനും ഇപ്പോൾ അക്ഷയ സെന്ററിൽ പോകാതെ തന്നെ മൊബൈൽ ഉപയോഗിച്ച് ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനായി വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗൂഗിളിൽ voters.eci.gov.in എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന വോട്ടേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോട്ടുമായി ബന്ധപ്പെട്ട ധാരാളം ഫോമുകൾ കാണാൻ സാധിക്കും. കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഫോം 8 ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. മൊബൈലിൽ ചെയ്യുമ്പോൾ ചില ഓപ്ഷൻ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെൽഫ് എന്നും അതർ ഇലക്ടർ എന്നും 2 ഓപ്ഷൻ കാണാം. നിങ്ങളുടെ തന്നെ ഐ ഡി ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സെൽഫ് എന്ന് സെലക്ട് ചെയ്യുക. മറ്റുള്ളവരതാണെങ്കിൽ അതർ ഇലക്ടർ എന്നതും സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങളുടെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ ഡി നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. താഴെ കാണുന്ന ഓക്കെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഫോം 8 എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തേത് തെറ്റുകൾ തിരുത്താനുള്ളതും. മൂന്നാമത്തേത് നഷ്ടപ്പെട്ട കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന്. നാലാമത്തേത് ഡിസേബിലിറ്റി മാർക്ക് ചെയ്യുന്നതിനും. തെറ്റുകൾ തിരുത്തുന്നതിനായി രണ്ടാമത്തെ ഓപ്ഷനായ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഓക്കെ എന്നത് പ്രസ് ചെയ്യുക. ഇതാണ് ഫോം 8. ഇത് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഡീഫോൾട്ടായി വരുന്നതാണ്. അതിന് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേരും എപ്പിക് നമ്പറും കാണാൻ സാധിക്കുന്നതാണ്. അതിന് താഴെ ആധാർ എന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറാണെങ്കിൽ സെൽഫ് എന്നത് ടിക്ക് ചെയ്ത ശേഷം നമ്പർ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഓപ്ഷൻ മുമ്പ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഡീഫോൾട്ടായി വന്നിട്ടുണ്ടാകും. അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നതിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കറക്ഷൻ ചെയ്യാനുള്ളത് എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനായി അതിൻ്റെ നേരെയുള്ള ബോക്സുകൾ ടിക്ക് ചെയ്യുക. ഞാനിവിടെ നെയിമും ഫോട്ടോയുമാണ് സെലക്ട് ചെയ്യുന്നത്. വോട്ടർ ഐ ഡിയിൽ ഇനീഷ്യൽ ഇല്ലാത്തവർക്ക് ഇനീഷ്യൽ ആഡ് ചെയ്യുന്നതിന് നെയിം എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള വിവരങ്ങളാണ് താഴെ കൊടുക്കേണ്ടത്. അതോടൊപ്പം അതിൻ്റെ ഒരു ഐ ഡി പ്രൂഫും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നെയിം കറക്ഷൻ ചെയ്യുന്നതിനും ഇനീഷ്യൽ ആഡ് ചെയ്യുന്നതിനുമായി ഇവിടെ ഫസ്റ്റ് നെയിം എന്നതെടുത്ത് നിങ്ങളുടെ നെയിം ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മലയാളം താഴെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അഥവാ കറക്റ്റായിട്ടല്ല വരുന്നതെങ്കിൽ ഇവിടെ കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റായി എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനെ താഴെ സർനെയിം എന്നതിൽ നിങ്ങളുടെ ഇനീഷ്യൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടാണ് ഇവിടെയും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തത് ഫോട്ടോ ചേഞ്ച് ചെയ്യാനായി ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള JPG ഫോർമാറ്റിലുള്ള ഫോട്ടോമാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോയുടെ മാക്സിമം സൈസ് 2 MB ആണ് വരുന്നത്. നെയിം കറക്ഷന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ലിസ്റ്റിലുള്ള ഏത് ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാറിൻ്റെ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്ത ശേഷം പ്ലേസ് എൻ്റർ ചെയ്ത് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്ത ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഫിൽ ചെയ്ത ഫോമിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കീപ്പ് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമാണ്. അതിനുശേഷം ഇ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇ സൈൻ ചെയ്യുന്നതിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP താഴെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ബോക്സ് കൂടെ ടിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു അക്നോളജ്മെൻറ്റ് നമ്പർ ലഭിക്കുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്തും സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. അതിനായി ഹോം പേജിലുള്ള ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. BLO വെരിഫൈ ചെയ്ത ശേഷം ഈ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. ഇതുപോലെ ഈസിയായി നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലെ തെറ്റുകൾ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്.